ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, സുഹൃത്ത് ബന്ധങ്ങളിൽ ആരംഭത്തിലുള്ള സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കാതെ പോകുന്നത് എന്ന് ചോദിച്ചാൽ, ആത്യന്തികമായ സ്നേഹം നിർവചിക്കപ്പെടുന്നത് നമ്മുടെ വാക്കുകളിലല്ല, മറിച്ച് നമ്മുടെ പ്രവൃത്തികളിലാണ്. പ്രവൃത്തിയിൽ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ സ്നേഹത്തിലും കുറവ് വരുന്നു എന്നത് വാസ്തവമാണ്. യേശുവിൽ പ്രിയ സഹോദരർ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ പറയുന്നു, എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ എളുപ്പമാണെങ്കിലും സ്നേഹത്തിൽ നിലനിൽക്കുവാൻ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുവാനായി നാം നമ്മുടെ ജീവിതം ക്രമീകരിക്കണമെന്ന് യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും പാലിക്കുകയും ചെയ്യുവിൻ. കൽപ്പനകൾ അനുസരിക്കുമ്പോഴാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറുന്നത് എന്ന് ഈ വചനഭാഗത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഒരു സ്നേഹിതനോടെന്ന പോലെ ദൈവം മോശയോട് മുഖാഭിമുഖം സംസാരിച്ചു എന്നാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ മോശയ്ക്ക് ആ കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുവാൻ സാധിച്ചില്ല, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ സാധിച്ചില്ല എന്ന് ചോദിച്ചാൽ, സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദൈവം മോശയോട് പറയുന്നത് പാറയോട് ആജ്ഞാപിക്കുക എന്നാണ്. എന്നാൽ സംഖ്യയുടെ പുസ്തകം 20:12 മോശ ചെയ്യുന്നത് പാറയിൽ 2 പ്രാവശ്യം അടിക്കുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാനും കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുവാനും മോശയ്ക്ക് സാധിക്കാതെ പോയത്. 1 സാമുവേൽ 13:14 ദൈവം ദാവീദിനെ വിശേഷിപ്പിക്കുന്നത് എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ വ്യക്തി എന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് ദാവീദിന് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ സാധിക്കാതെ പോയി എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ ദാവീദിന് വീഴ്ച പറ്റിയത് കൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 4-ാം വാക്യത്തിൽ, ഞാൻ നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് യൂദാസ് തൂങ്ങി മരിച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ യൂദാസിന് വീഴ്ച പറ്റിയത് കൊണ്ടാണ്. ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ നാം ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കണമെന്ന സത്യമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 14:15 നാം വായിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ആകയാൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത്, നാം ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ? ദേവാലയത്തിൽ പോകുന്നത് കൊണ്ടോ ദൈവിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നത് കൊണ്ടോ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് നാം 100 പ്രാവശ്യം പറയുന്നത് കൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറുന്നില്ല. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നാം നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുക എന്ന ആ വലിയ കടമയാണ്. പലപ്പോഴും മനുഷ്യരെ സ്നേഹിക്കുവാൻ പല ഷോർട്ട് കട്ടുകളിലൂടെ നമുക്ക് സാധിക്കുമെങ്കിലും ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ നമുക്ക് ഷോർട്ട് കട്ടുകളും കുറുക്ക് വഴികളുമില്ല, മറിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുക എന്ന ഒരു മാർഗം മാത്രമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5:3 നാം വായിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുകയെന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുക എന്നാണ് അർത്ഥം, അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ഈ ഒരു ബോധ്യത്തോടുകൂടെ ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറാതെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നവരായി മാറുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. കാരണം ദൈവത്തെ സ്നേഹിക്കുവാൻ എളുപ്പമാണെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ നാം പാലിച്ചേ മതിയാകുകയുള്ളൂ എന്നൊരു ബോധ്യം എപ്പോഴും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈ ഒരു ബോധ്യത്തോടുകൂടി ദൈവകൽപ്പനകൾക്ക്, ദൈവവചനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നവരായി നമുക്ക് മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാനുള്ള കൃപയ്ക്കായി പരിശുദ്ധയമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.